ഇത് മതി ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. എത്ര കൃത്യമാണ്! ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഇത് പിന്നീട് മനഃപ്പാടമാക്കാൻ തോന്നാതിരിക്കില്ല. അത്രയ്ക്ക് അർത്ഥവത്താണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു വിളിക്കുന്നതിനെ മനുഷ്യരെ എന്ന് പറഞ്ഞിട്ടാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ പറഞ്ഞിട്ടല്ല, മുഴുവൻ മനുഷ്യരെയും അള്ളാഹു വിളിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور يا أيها الناس മനുഷ്യരെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക. വഖ്ശൂ യൗമാ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക, അതായത് വിചാരണ ദിവസത്തെ. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, അതായത് മാതാപിതാക്കളും തൻ്റെ സന്താനങ്ങൾക്ക് ഒട്ടും പ്രയോജനം ചെയ്യാത്ത ദിവസം. എത്ര ഗംഭീരമായ ആയത്താണ് നോക്കണം. ഒരു മാതാപിതാക്കളും, പിതാവ് എന്ന് പറഞ്ഞാൽ വാലിദിനെ രണ്ടും പെട്ട്, തൻ്റെ സന്താനത്തിന് ഒട്ടും തന്നെ പ്രയോജനപ്പെടാത്ത പരലോക വിചാരണയുടെ ദിവസം നിങ്ങൾ ഭയപ്പെടുക. വലാ മൗലൂദുൻ ഹുവ ജാസി അൻ വാലിദിഹി ശൈആ, ഒരു സന്തതിയും തൻ്റെ മാതാപിതാക്കൾക്ക് ഒട്ടും പ്രയോജനകാരിയാവാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക. പരലോകത്ത് മാതാപിതാക്കൾക്ക് മക്കളെയോ മക്കൾക്ക് മാതാപിതാക്കൾക്കോ ഒരു ഉപകാരം ഉണ്ടാവില്ല പരസ്പരം. പിന്നെ അള്ളാഹു പറയുന്നു, ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു. ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തുഗറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, അതിനാൽ ഈ ഭൂമിയിലെ ജീവിതം നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. ഈ ഏഹിക ജീവിതം കണ്ട് നിങ്ങൾ വഞ്ചനയിൽപ്പെടരുത്. ഒരു പരീക്ഷണത്തിനുള്ളതാണ് ഈ ഭൂമിയിലെ ജീവിതം. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, മനുഷ്യനെ മുഴുവൻ നരകത്തിലെത്തിക്കുന്ന അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തു വന്ന പിശാചും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير إن الله عنده علم الساعة, തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെ പറ്റിയുള്ള അറിവ്. എപ്പോഴാണ് ലോകം അവസാനിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രം അറിയുന്ന കാര്യമാണ്. അവൻ മഴ പെയ്യിക്കുന്നു, മഴയെ പറ്റിയുള്ള പൂർണ്ണമായും അധികാരം അള്ളാഹുവിൻ്റെ അടുത്താണ്. എപ്പം പെയ്യും, എങ്ങനെ പെയ്യും, ചിലപ്പോൾ കാർമേഘം മൂടി നിന്നിട്ട് മഴ പെയ്യാതെ പോകും. ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ പറ്റിയുള്ള പൂർണ്ണമായും അറിയുന്ന സ്രഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണ്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, താൻ നാളെ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. സുബ്ഹാനല്ലാഹ്, ഈ വാക്കിൻ്റെ അർത്ഥം ചിന്തിച്ച് നോക്കണം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ ഞാൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. അതായത് നാളെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരാൾക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയുക തന്നെ ചെയ്യണം. നാളെ ഞാൻ ഇന്ന് ചെയ്യും ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ. കാരണം ഈ വാക്കിൻ്റെ അർത്ഥം നോക്കണം. പറഞ്ഞു, വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. ചില ആളുകൾ ദൂരം നിന്ന് വന്ന് ഇവിടെ നിന്ന് മരിക്കും. അപ്പോൾ ഇയാളെന്തിനാ അവിടെ പോയി മരിച്ച് എന്ന് നാട്ടുകാർ ചോദിക്കല്. കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്ത് ആ മരണസമയത്ത് അയാൾ എത്തുക തന്നെ ചെയ്യും. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ, തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. ഇതിൻ്റെ അമാനി തഫ്സീർ എടുക്കുക, ഇതൊന്ന് പഠിക്കേണ്ടി അത്യാവശ്യമാണ്. ജസാക്കല്ലാഹു ഖൈർ.